അരുണെ മൊട്ടത്തന്നെ മണ്ടയിലും ഒന്നുമില്ല അകത്തും ഒന്നുമില്ല. എന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചെന്നെ 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചെന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസിലും 14 വയസ്സാ കൊച്ചിനുണ്ടാവും. മണവാട്ടിക്ക് നാണം വരുന്നു റിപ്പോർട്ടറിനെ കണ്ടിട്ട്. അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ആ റിപ്പോർട്ടറിനെയും ആ പെൺകുട്ടിയെയും ചേർത്ത് അനാവശ്യമായിട്ട് സംസാരിച്ചതിനും ആ പെൺകുട്ടിയെ കളിയാക്കിയതിനും പോക്സോ കേസ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ എടുത്തതാണ്. അതിലെ 1-ാം പ്രതി കൂടിയായിരുന്നു ഈ അരുൺ. റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാറിനെതിരെ ബാല രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം വേറൊന്നുമല്ല, ബാലയുടെ കുടുംബജീവിതം റിപ്പോർട്ടർ ടിവിയിലെ മൊട്ട അരുണാണ് തകർത്തേക്കുന്നതാണ്, തകർത്ത് തരിപ്പണമാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, അരുൺകുമാർ എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ളൊരു മാധ്യമ പ്രവർത്തകൻ ആയിരുന്നു. പക്ഷേ പുള്ളിയുടെ കഴിവെല്ലാം ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള കുത്തിത്തിരിപ്പിനും ഉന്നായ്മയ്ക്കും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് തൊട്ടിത്തരം കാണിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് പുള്ളി ഉപയോഗിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം വന്ന സമയത്ത് അത് നല്ലത് ആ ഒരു വിഷയത്തെ എടുത്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഒരു പരുവമാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ എന്നൊരു വ്യക്തിയെ ഒരു സെക്ഷൽ പെർവെർട്ടർ എന്നിവരാക്കി തീർത്തത് ഈ അരുണാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. റേറ്റിങ്ങിന് വേണ്ടിയിട്ടും ബിസിനസ്സിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. പക്ഷെ നല്ലൊരു കഴിവുള്ളൊരു മാധ്യമപ്രവർത്തകനാണ്. അത് ഞാൻ എപ്പോഴും പറയുവാണ്. പുള്ളി അത് നല്ല രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള മാധ്യമധർമ്മം എന്നുള്ളൊരു രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ അത് ഈ പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു സർട്ടിഫിക്കറ്റ് തന്നെ പുള്ളിക്ക് കിട്ടും. പക്ഷേ പുള്ളി ഈ പറഞ്ഞിട്ടുള്ള പോലെ കുടുംബം കലക്കലും ഈ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വലിച്ച് കീറി ഒരു പരുവാക്കിയിട്ട് കീറി വെച്ചിട്ടൊരു പോക്കുണ്ട്. അതിഞ്ഞ് സത്യമാണോ കള്ളമാണോ എന്നൊന്നും നോക്കത്തില്ല, റേറ്റിംഗ് ആണ് മുഖ്യം ബിഗിലെ എന്നുള്ളൊരു രീതിയാണ്. എന്തായാലും ഇപ്പോൾ ബാല രംഗത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയുടെ കുടുംബജീവിതം തകർത്ത് തരിപ്പണമാക്കി ഒരു പരുവാക്കി സൈഡാക്കിയത് അരുണാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ബാല രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം ബാലയുമായിട്ടുള്ള വിഷയം അമൃതയുമായിട്ടുള്ള വിഷയം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടാണ് വാർത്തകളായി. അത് റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാർ എടുത്തിട്ട് വലിച്ചു കീറി ഒരു പരുവാക്കിയതിന് ശേഷമാണ് കുടുംബജീവിതം തകർന്നതെന്നൊക്കെ ബാല അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതിനുശേഷം ബാല പിന്നെയും കല്യാണം കഴിച്ചു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കല്യാണം കഴിച്ചു തോന്നുന്നു. ഈ പുള്ളി ഇതൊക്കെ ഒരു സംഭവം എന്തൊക്കെ പറഞ്ഞാൽ ബാല എനിക്ക് തോന്നുന്നു ഓരോ ബന്ധം ഒഴിയും തോറും അടുത്ത ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഇതിനകത്ത് ബാലയുടെ കേസിനകത്തും തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ബാല പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. അരുണിനെ എന്തായാലും തേച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അരുണാണ് ഈ പറഞ്ഞിട്ടുള്ള കുടുംബജീവിതം തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ബാലരംഗത്ത് വരുന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതായിരുന്നു സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ ഓടുന്നത്. ഓക്കെ, എന്തായാലും ബാലയ്ക്ക് പറയാനുള്ള എന്താണെന്ന് നോക്കാം. அந்த ரிப்போர்ட்டர் சேனல்ல ஒரு மொட்டை மண்டைய இருக்கான். மொட்டத்தன அவன் பேர் என்ன? அருணா. மொட்டை மண்டைய அருண், நீ காரணமான இத்தனையும் பிரச்சனை ஆகுது எந்த குடும்பத்தில். எந்த அடிസ്ഥാനത്തിൽ എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക്? അരുണേ, മൊട്ടത്തന്നെ മണ്ടയിലും ഒന്നുമില്ല അകത്തും ഒന്നുമില്ല. എന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചെന്നെ 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചെന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസിലും? അപ്പടിയാ ആണോ? അവിടെന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. ഇത് എങ്ങനെ എന്ത് അടിസ്ഥാനം? உங்களுக்கு ரெக்கார்ட்ஸ் இருக்கணும். ரெக்கார்ட்ஸ் இல்லாம ஒரு சாட்டலைட் சேனல் ரிப்போர்ட்டர் சேனல் எப்படி எங்க நீங்கள் அது பாருங்க. இஃப் யூ டேர் கம் இன் லைவ் எங்கிட்ட பேசு, லைவ்ல பேசு. அருண் தானே அவன் பேரு? மொட்டையா இருப்பான் அருண். லைவ்ல பேசு. என் குடும்பம் எவ்வளவு கஷ்டப்படுது മനസ്സിലാവുന്നുണ്ടോ? നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തരം കൊണ്ട് ഒരു കുടുംബം നശിപ്പിക്കാനാണ്. പിന്നെ അവളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്തില്ലെന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇട്ടിരിക്കുന്ന FD ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. കോടതിയെ എങ്ങനെ പറ്റിക്കാൻ പറ്റും? നിങ്ങൾ മണ്ടന്മാരാണോ? കോടതി മുമ്പ് വെച്ചല്ലേ ഒപ്പിടുന്നത്? അവിടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? കാശ് അവിടെ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്? DD ആയിട്ട് കൊടുക്കുന്നത്.
ഒരു ബോധം വേണ്ടേ? നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് ആണ്, ഒരു ബോധം വേണ്ട. നിങ്ങൾക്ക് അറിവില്ലേ? അറിവ് വേണ്ടേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ അരുണെ എന്നെ വിളിക്കും. ഓക്കെ, എന്തായാലും ഇത് കോടതി കിടക്കുന്ന കേസാണ്. അപ്പം ഇതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലൊന്നും നമുക്ക് സംസാരിക്കേണ്ടതില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്ത് ഈ ബാലയുടെ ഫാമിലി ആയിട്ടുള്ളൊരു വിഷയം, ബാല ഫാമിലി ഈ ഇങ്ങനെയുള്ളൊരു വിഷയം അവസാനിക്കത്തില്ലെന്ന് തോന്നുന്നു. ഇത് ഓരോ വർഷവും ഇങ്ങനെ ഓർമ്മപ്പെടുത്താനായിട്ട് ഓരോ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ ആലോചിക്കുന്ന വേറെ ഒന്നുമല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം ഈ ബാല ഇങ്ങനെ എന്തിനാ ഇങ്ങനെ വീണ്ടും ഈ ഒരു വിഷയം കൊണ്ടിട്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം മറ്റേ അമൃത പുള്ളിക്കാരിയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബാലയുടെ ഒരു കാര്യവും പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നത് ഞാനും കണ്ടിട്ടില്ല. പിന്നെയും ഈ ഒരു വിഷയം ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് അലക്കാൻ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ബാല പറയുന്നത് പോലെ അരുണാണ് ഈ പറഞ്ഞുള്ള കുടുംബജീവിതം തകർത്തുന്നതൊക്കെയാണ് ബാല അവകാശപ്പെടുന്നത്. അരുണിൻ്റെ ഈ റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ഈ ഒരു വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭയങ്കര ചർച്ചയാവുന്നതും അതിനകത്ത് ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ ബാല പറയുന്നത്. ഓക്കെ, ഇനി ഞാനിത് ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. ശീതളിസത്തിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. അതുകൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ബാലയെ പറ്റിയിട്ട് ഈ മൊട്ട അരുണിനെ പറ്റിയിട്ട് പറയുന്നത്. അരുണിന് ഒരു പോക്സോ കേസും ഉണ്ടായിരുന്നു. ഒരു കലോത്സവ വേദിയിൽ ഈ പറഞ്ഞിട്ടുള്ളൊരു പെങ്കൊച്ചിൻ്റെ അടുത്ത് എന്തോ വേണ്ടാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസും ഉണ്ടായിരുന്നല്ലേ. അപ്പം ഞാനങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഇങ്ങനെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടും ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആവാടെ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പക്ഷേ അത് കടന്ന് എന്തിനാണ് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ലേ, നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ പറഞ്ഞിട്ടുള്ള ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ഒരാളെ ഫാമിലി തകർത്തിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത്? അവരുടെ ബ്രാക്കല്ലാതെ അല്ലേ. അപ്പോൾ എന്തായാലും അരുണിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക. ഓക്കെ, എന്തായാലും ഞാൻ ശീതളസത്തിൻ്റെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. പുള്ളിക്കാരി പറയുന്നത് കേട്ടു. ഓക്കെ, നല്ല ബാല സംസാരിക്കുന്നത് വളരെ രസകരമായിട്ട് തോന്നി. അപ്പോൾ ഈ അരുൺകുമാറിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയും അതിനെ എങ്ങനെ ബിസിനസ് ആക്കുന്നു എന്നതും എല്ലാം നമുക്കറിയാം. ഇങ്ങേറ്റം പോക്സോ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ആൾ വരെയാണ്. കൊച്ചു കുട്ടികളോടൊന്നില്ല, മുതിർന്നവരോടില്ല, ആരോട് എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ച് യാതൊരു തിരിച്ചറിവുമില്ലാതെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ സംസാരിക്കുന്ന ആളാണ്. ഒപ്പന കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയോട്, ഒപ്പന മത്സരത്തിൽ പങ്കെടുത്ത ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയോട് കലോത്സവത്തിന്റെ സമയത്ത്, സ്കൂൾ വിദ്യാർത്ഥിനി എന്ന് പറഞ്ഞാൽ 13-14 വയസ്സ് ആ കൊച്ചിനുണ്ടാവും. മണവാട്ടിക്ക് നാണം വരുന്നു റിപ്പോർട്ടറിനെ കണ്ടിട്ട്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ആ റിപ്പോർട്ടറിനെയും ആ പെൺകുട്ടിയെയും ചേർത്ത് അനാവശ്യമായിട്ട് സംസാരിച്ചതിനും ആ പെൺകുട്ടിയെ കളിയാക്കിയതിനും പോക്സോ കേസ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ എടുത്തതാണ്. അതിലെ ഒന്നാം പ്രതി കൂടിയായിരുന്നു ഈ അരുൺ. അപ്പോൾ എവിടെ എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല എന്നത് നമ്മൾ അംഗീകരിച്ച സർട്ടിഫൈ ചെയ്ത വസ്തുതയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഈ ബാല പറയുന്നത് പ്രകാരം ബാലയുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അത്രയും തോണ്ടി വഷളാക്കിയത് പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ അരുൺകുമാർ ആണെന്നാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഒരു പ്രശ്നമുണ്ടായെന്ന് കണ്ടാൽ അതൊരു സെലിബ്രിറ്റി ആകുക കൂടിയാണെങ്കിൽ അവരെ ചുറ്റിപ്പറ്റിയുള്ള സകല മനുഷ്യരെയും കണ്ടുപിടിച്ച് എങ്ങനെ ഇവരിത് കണ്ടെത്തുന്നതെന്നറിയില്ല. മിനിറ്റുകൾ കൊണ്ട് ഏത് ഏടാകൂടത്തിൽ വേണമെങ്കിലും ഏത് കാട്ടിൽ വേണമെങ്കിലും ചെന്ന് ആളുകളെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് മൈക്കിൽ കൂടെ സംസാരിപ്പിക്കും. ഉള്ളതും ഇല്ലാത്തതും എല്ലാം അവരാ വൈകാരികതയിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞും പോകും. ആ പറഞ്ഞതിനെ ചൊല്ലി അടുത്തടുത്ത ബ്രേക്കിങ്ങുകൾ ഉണ്ടാക്കും. ഇപ്പം നമ്മളൊക്കെ ഒരു വാർത്ത അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വായിച്ച ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസാരിക്കുന്നത്. അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഊഹിച്ചിറന്ന് ഉണ്ടാക്കുകയല്ല. ഇതൊക്കെ ബ്രേക്കിംഗ് എന്നും പറഞ്ഞ് വിടുന്ന സാധനം പലരുടെയും വ്യക്തിജീവിതം തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ഇവരുടെ ബിസിനസ്സിനെ എന്താ അല്ലേ, ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇത്. പുള്ളിക്കാരി പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പിണറായി വിജയൻ്റെ കാര്യമാണ്. പിണറായി വിജയനെ പൊക്കി ലോകത്തില്ലാത്തതെല്ലാം കൂടെ കയറ്റിയിട്ട് പിണറായി വിജയനെ അങ്ങോട്ട് പൊക്കി തല വെച്ചിട്ട് അവസാനം പിണറായി വിജയൻ ഒരു സൈഡാക്കി അരുൺകുമാർ പിണറായി വിജയനെ ഒരു സൈഡാക്കി ഇരുത്തി അല്ലേ. നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇലക്ഷന് തൊട്ട് മുമ്പൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പ്രഡിക്ഷനൊക്കെ. ഈ പറഞ്ഞിട്ടുള്ള 80 സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരും, 75 സീറ്റ് കിട്ടും, 90 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്ത് കച്ചട എന്ത് ഇതുണ്ടെങ്കിലും അതിനെ വെളുപ്പിച്ച് പിണറായി വിജയൻ ഒരു സൈഡാക്കി.
അതേപോലെയാണ് ബാലയെ എനിക്ക് തോന്നുന്നു. ബാലയും ഒരു സൈഡ് ആരെ ഇതുപോലെ ആരെ കേസ് ഏറ്റെടുക്കുന്നു അയാളെല്ലാം സൈഡാക്കുന്ന ഒരു പരിപാടിയാണ് അരുൺകുമാറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം, ഇങ്ങനെയും ആളുകൾ നമ്മളെ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അടുത്ത വഴിയായിട്ട് പിന്നെ വരാം.